ആയത്ത് ഓതിയിട്ട് അത് ശിർക്കാണെന്ന് സ്ഥാപിക്കാനാണ് ഞങ്ങൾ ഓതിയത്. സാധുക്കളെ, നിങ്ങൾ ഓതിയത് അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇവിടെ തെളിഞ്ഞിട്ടില്ല. ഇതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. 1400 വർഷക്കാലമായി ഇവിടെ പ്രാർത്ഥന എന്താണെന്ന് എല്ലാവർക്കും അറിയാം, വിശദീകരിക്കേണ്ടതില്ല. വിശദീകരണം ഇല്ലാതെ നടന്നതാണ്. മൗലവി പറഞ്ഞ മറുപടിയാണത്. ഈ ജാതി വിടുവായുത്തം മൗലവി സാഹിബെ മുഖാമുഖം ഇരുന്ന് വേണോ? നിങ്ങളെ മുജാഹിദ് പ്രവർത്തകർക്ക് നൽകിയാ പോരെ? ഈ വിശുദ്ധ ഇസ്ലാമിൽ അതിന് വ്യക്തമായ താരീഫുണ്ട്, നിർവചനമുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയും. ഈ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങളത് തെളിയിക്കും മൗലവി സാഹിബേ. നിങ്ങൾ 1400 വർഷക്കാലം ഇവിടെ താരീഫ് നിർവചനമോ ഇല്ലാതെ അത് മുസ്ലിം സമുദായം നടന്നു പോകുന്നുണ്ട്. വലിയ മറുപടിയായിട്ട് മൗലവി പറഞ്ഞതാ. മൗലവി സാഹിബെ അറിയില്ലെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങളത് പറയും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന എന്താണെന്ന് മൗലവി ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത് എന്ന് മൗലവി ഇതുവരേക്കും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയും 1400 വർഷം പഴക്കണ്ട് എന്നും പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞത് കൊണ്ട് മൗലവി സാഹിബെ നിർവചനമാവുകയില്ല. നിർവചനം വ്യക്തമാക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. രണ്ടാമത്തേത്, നിങ്ങൾ പറഞ്ഞു ഈ ഇസ്തിഗാസയുടെ പരിധിയിൽ പെടുന്ന ആ പ്രാർത്ഥന, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്നത് ആരാധനയുടെ പരിധിയിൽ, ഇബാദത്തിന്റെ പരിധിയിൽ പെട്ടതാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. എന്റെ രണ്ടാമത്തെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്തിന്റെ പരിധിയിൽ പെടുമെന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇതെങ്ങനെയാണ് ഇബാദത്താവുക? മൗലവി ചോദ്യം ശ്രദ്ധിക്കണം, മറുപടി പിന്നെ ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. മറ്റൊരു ചോദ്യം, ഞങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞു അദ്ദുആ ഹുവൽ ഇബാദ എന്നതിന്റെ പരിധിയിൽ പെടുന്നു എന്ന്. അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറയുന്ന അദ്ദുആന്റെ മാന എന്താണെന്ന് മൗലവി വ്യക്തമാക്കണം. ഞാൻ നേരത്തെ ചോദിച്ച 3 ചോദ്യത്തിന്റെ കൂടെ ഇപ്പൊ 2, 3, 2, 5 ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. മറ്റൊന്ന്, നിങ്ങൾ പറഞ്ഞ ചോദ്യം ഏത്? മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കണമെന്ന് പറഞ്ഞു. ഒരൊറ്റ ആയത്ത് മൗലവി സാഹിബ് ഓതിയിട്ടില്ല. എന്താ പറഞ്ഞത്? അത് ഈമാൻകാരി 20 കാര്യവും മറ്റേ കാര്യം മുസ്താഹിലി 20ഉം ആ ജായിസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാ ഉള്ളത് എന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് മൗലവി സാഹിബ് അത് തെളിയിക്കണം. ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മറുപടി എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടായില്ല, നിങ്ങൾ പഠിച്ചു വെച്ചത് പറഞ്ഞത് കൊണ്ടായില്ല, ചോദ്യത്തിന് മറുപടി പറയണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു. 1400 വർഷത്തിന്റെ പാരമ്പര്യം നിങ്ങൾ പറഞ്ഞത് കൊണ്ടായില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ നിർവചനം വ്യക്തമാക്കണം. ഇസ്തിഗാസ ഇബാദത്തിന്റെ പരിധിയിൽ പെട്ടതാണെന്ന് നിങ്ങൾ പറയുന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അദ്ദുആ ഹുവൽ ഇബാദ എന്ന് നിങ്ങൾ പറഞ്ഞു. അദ്ദുആ എന്ന് പറയുന്ന ദുആഇന്റെ അർത്ഥം എന്താണ്? അത് എന്താണ് അതിന്റെ വിശദീകരണം എന്ന് നിങ്ങൾ ഇവിടെ പറയണം. ചോദ്യം 6. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചോദ്യം, മക്കയിലെ മുശ്രിക്കുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം, അതുകൊണ്ട് പ്രാമാണിക ഇജ്മാ കൊണ്ട് തെളിയിക്കണം, ഖിയാസ് കൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം. നമ്മുടെ പ്രമാണം അതാണല്ലോ. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അവരെ വെള്ളപൂശുകയും അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് പോലത്തെ ആളുകൾ തൗഹീദിന്റെ വാഹകരായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, അത് ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവുകയില്ല മൗലവി സാഹിബേ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ തെളിയിക്കണം. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയണം. അത് എല്ലാവർക്കും തിരിയാമല്ലോ എന്ന് പറഞ്ഞത് കൊണ്ട് മറുപടി ആവുകയില്ല. പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾ വിശദീകരിക്കണം. അതുപോലെ തന്നെ ഇബാദത്ത് എന്താണെന്ന് നിങ്ങൾ വിശദീകരിക്കണം. അദ്ദുആ ഹുവൽ ഇബാദ എന്ന ആ ദുആ ഏതാണെന്ന് നിങ്ങൾ വിശദീകരിക്കണം. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് കേരളത്തിലുള്ള സുന്നികളെ പോലെ അവർക്കും വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം, ഹദീസ് കൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം, ഇജ്മാ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം, ഖിയാസ് കൊണ്ട് നിങ്ങൾ അത് തെളിയിക്കണം. അതല്ലാതെ വെറുതെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, സുന്നികൾ അങ്ങനെ തന്നെയാണ് ഇസ്തിഗാസ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആ സാധാരണ പറയലുണ്ടല്ലോ, അത് വാദപ്രതിവാദ സ്റ്റേജിൽ നടക്കുകയില്ല. നിങ്ങൾ തയ്യാറാക്കിയ ആളുകളെ ചോദ്യം ചോദിക്കുകയും എന്നിട്ട് അതിന് നിങ്ങൾ ഉത്തരം ചെയ്യുകയും പറയുമ്പോഴേ അത് നടക്കുകയുള്ളൂ എന്ന് മൗലവി സാഹിബ് ഓർക്കണം. മറ്റുള്ള സുന്നികൾക്ക് ചോദ്യത്തിനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന മുഖാമുഖമുണ്ടല്ലോ, അവിടെ അതൊക്കെ വിലപ്പോവുകയുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ അത് വിലപ്പോവുകയില്ല മൗലവി സാഹിബെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം.